السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ 12 പാർട്സിലായിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലേ, ടിപ്സ്, കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് വേർഡ്സ്: ഇസ്മ, ഫിഅല്, ഹർഫ്. അറബിയിൽ ഏതൊരു വാക്കിനെയും ഈ മൂന്നിലൊന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇസ്മ, ഫിഅല്, ഹർഫ്. അതിനകത്ത് ഇസ്മുകൾ നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് രക്ഷയുള്ളൂ, അർത്ഥങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത്. അതിന് ഇസ്മിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബമീറുകൾ, സർവനാമങ്ങൾ അല്ലെങ്കിൽ പ്രോനൗൺ, അവൻ, അവൾ, അല്ലെ, ഹുവ, ഹും, ഹിയ. ഈ ബമീറുകൾ തന്നെ ഡിറ്റാച്ച്ഡും പഠിച്ചു, അറ്റാച്ച്ഡും പഠിച്ചു. ദമീർ മുൻഫസിലും ദമീർ മുത്തസിലും. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഹുവാഹും ഇതൊക്കെ ദമീർ മുൻഫസിലുകളാണ്, ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള സർവനാമങ്ങൾ. ദമീർ മുത്തസിലാവുമ്പം എൻ്റെ, നിന്റെ, അവളുടെ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, ക, കി, ഹ, ഹു, ഹി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഹർഫുകൾ പഠിച്ചു അല്ലെ, അല്ലെങ്കിൽ ഹർഫുകളുടെ കൂടെ ദമീർ മുത്തസിൽ വരുന്ന കാര്യം ഒക്കെ നമ്മൾ കുറച്ചൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കണ്ടു അല്ലെ. ഫീക്കി, മിൻക എന്നൊക്കെ പറഞ്ഞ പോലെ, ഫി, മിൻ, അല, ഇല, അതുപോലെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ഹർഫുകളും അതിൻ്റെ കൂടെ ദമീർ മുത്തസിൽ അറ്റാച്ച്മെന്റും നമ്മൾ കണ്ടു. പിന്നെ ഫിഅലിലേക്ക് തുടങ്ങിയപ്പോൾ ഫിഅലിലെ ഫസ്റ്റ് ഫിഅല് മാദി കണ്ടു അല്ലെ, പാസ്റ്റ് ടെൻസ്, ചെയ്തു, ഫഅല അവൻ ചെയ്തു, ഫഅലു അവർ ചെയ്തു, ഫഅലത്ത് അവൾ ചെയ്തു എന്നുള്ള ആ ഒരു ഫോർമാറ്റ് നമ്മൾ കണ്ടു. പിന്നെ ഫിഅല് മുദാരി പ്രസന്റ് ടെൻസ് നമ്മൾ കണ്ടു അല്ലെ. യഫ്അലു അവൻ ചെയ്യുന്നു, യഫ്അലൂന അവർ ചെയ്യുന്നു, തഫഅലു അവൾ ചെയ്യുന്നു. അപ്പം ഈ ഒരു ഫോർമാറ്റ് ഏകദേശം ഇതിനെ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ നമ്മൾ റഫായിട്ട്, അതെന്ന് വെച്ചാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല, കാരണം ഇത് ഒരുപാട് സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റാണ് ഗ്രാമറിൽ, പ്രത്യേകിച്ച് ഫയൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓതി പോകുമ്പോൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ടെൻസ്, അതായത് ഫെയില് മാതി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുതാരി കണ്ടു കഴിഞ്ഞാൽ അത് ആരാ ചെയ്തത്, ആ ഒരു വേർബിന്റെ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരാളെ കുറിച്ചാണോ ഒരു പുരുഷനെ കുറിച്ചാണോ അല്ലേ, ചിലത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു എന്ന് പറയുന്ന കാര്യമായിരിക്കും, ചിലത് അവിടെ റെഫർ ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം ആ രീതിയിൽ അതിനൊന്ന് ഐഡന്റിഫൈ ചെയ്യാനും, ഇനി അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു ദമീർ മുത്തസിൽ ഉണ്ടെങ്കിൽ എന്നോട് ചെയ്തു അല്ലെ, എനിക്ക് തന്നു എന്നൊക്കെ പറയുമ്പം ഈ എനിക്കെന്നുള്ളത് സബ്ജക്റ്റ് അല്ല, അല്ലെങ്കിൽ തന്നു എന്നുള്ളതിന്റെ ആ ഒരു ഫോർമാറ്റ്, ഇപ്പൊ ഫഅല എന്നുള്ള ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവൻ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഉള്ള കാര്യങ്ങൾ കുറച്ച് ചെറിയ തോതിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്, നമുക്ക് അർത്ഥവും ആശയവും ഒന്നൊന്ന് മനസ്സിലാക്കി വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയുള്ള ടിപ്സ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഈ ഇപ്പം ഗ്രാമറൊക്കെ പഠിക്കുന്നവർക്കും പഠിച്ചവർക്കും അറിയാം, ഫേലുകൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സ്കോപ്പുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതേപോലെ നമ്മൾ ഈ ഒരു ടിപ്സിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത മൂന്നാമത്തെ ടൈപ്പ് ഫേലുകളാണ് ഫേല് അമ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഫേല് മാദി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ്, ഫിഅല് മുദാരി എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസിലും ഫിഅല് മുദാരി യൂസ് ചെയ്യും. ഓക്കെ, ചില സിറ്റുവേഷനിൽ ഖുറാനിൽ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് ഒരു സിറ്റുവേഷനിൽ നോക്കാം. അതായത് ഭാവി കാര്യങ്ങൾ ചെയ്യും എന്ന് പറയാൻ വേണ്ടി കൂടി. ഇനി നമുക്കുള്ളത് ഫിഅല് അമ്ര, അമ്ര അല്ലെങ്കിൽ കമാൻഡ്, കൽപ്പന. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഫേല് അമ്രിന്റെ കേസിൽ ഒരിക്കലും അവൻ ചെയ്യൂ, നീ അല്ലെങ്കിൽ അവൾ ചെയ്യൂ എന്നൊന്നും പറയൂല അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഉണ്ടാവില്ല ഫേല അമ്രിന്. അതേപോലെ ഞാൻ ചെയ്യൂ, ഞങ്ങൾ ചെയ്യൂ എന്നും പറയില്ല. ഫേല അമ്രില് നമുക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ: അൻത, അൻതും, അൻതി, അൻതുന. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇവിടെ പറയാറ്. 2 പേർ എന്നുള്ള കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ബർഡൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മൾ ഖുർആനിക് ഗ്രാമർ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഖുർആനിൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലെ
രണ്ടുപേരോടായിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് പിന്നീട് ഇൻഷാ അള്ളാ അള്ളാന്റെ തൗഫീഖിന്റെ ഡീറ്റെയിൽ സ്റ്റഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വിശദമായിട്ട് തന്നെ എടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പം അൻത, അൻതുമ, അൻതും. ഓക്കെ, നീ ഒരു പുരുഷൻ ചെയ്യ്, നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്യ്, നിങ്ങൾ പുരുഷന്മാരെല്ലാവരും ചെയ്യ്. കൽപ്പനയാണ് അല്ലെ, ചെയ്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചെയ്യൂ അല്ലെങ്കിൽ ഓക്കെ, നീ ചെയ്യ് എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ നീ ഒരു സ്ത്രീ ചെയ്യ്, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യ്, നിങ്ങൾ സ്ത്രീകൾ ചെയ്യ്. അപ്പം എപ്പോഴും നീ നിന്നെ അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് അഡ്രസ്സ് ചെയ്തിട്ടാണ് നമുക്ക് കൽപ്പന പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ഇത്രയും ഫോമുകളെ കൽപ്പനയ്ക്ക്, ഇതിനെല്ലാം 10+4 14 ഫോമുകൾ ഉണ്ടാവുമ്പം, അതായത് ഫെയില് മാദിക്കും മുതാരിക്കും ഇത്രയും ഫോമുകൾ പ്ലസ് ഇതിന്റെയൊക്കെ ഡ്യുവൽ ഫോം, ഡബിൾ ഫോം ഉണ്ടാവുമ്പം കൽപ്പനയ്ക്ക് ഇത്രയും ഫോംസേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ 4 നോക്കുന്നുള്ളൂ, പ്ലസ് 2 കൂടെ ഉണ്ടാവും. അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന. അപ്പം 4 ഫോമുകളെ കൽപ്പനയ്ക്ക് നമ്മൾ എടുക്കുള്ളൂ, നീ, നിങ്ങൾ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ മീനിങ് അറിയാം എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മളുടെ ഫോമുകൾ എഴുതാണ് ഇൻഷാ അള്ളാ. അപ്പം ഫഅലത്ത്, മാദിയില് ഫഅലത്ത്, അതിന് മുലാരി ആവുമ്പം തഫ്അലു. എങ്ങനെയാണ് ഇതിൽ നിന്ന് അമ്ര ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുലാരി ഫോം എടുക്കുക. ഓക്കെ, തഫ്അലു എന്നുള്ള ഫോമാറ്റ് എടുത്തിട്ട് ഇതിലെ ആദ്യത്തെ മുലാരിന്റെ അക്ഷരം കളയാം. ഓക്കെ, എഴുതാം ഞാൻ. തഫ്അലു എന്നെടുത്തിട്ട് ഇതിൽ മുലാരിന്റെ അക്ഷരം കളഞ്ഞാൽ എത്ര ഉണ്ടാവും ബാക്കി? അലു ഉണ്ടാവും അല്ലെ. ഈ ഇഫ്അലുല് അവസാനം, അതായത് ലാമിന്റെ അക്ഷരത്തിന് എന്താണോ ഉള്ളത് അതിന് പകരം സുക്കൂൻ കൊടുക്കുക. അൽ ആണ്, ഇതാണ് ആക്ച്വലി എന്ത്, ഒരു കൽപ്പന ഫോം. ഇതിന്റെ ഇപ്പുറത്ത് നമ്മൾ ഹംസത്തുൽ വസ്ലാണ് ഇടുക. ഓക്കെ, ഇഫ് അൽ ആണ് ആക്ച്വലി ഇഫ് അൽ. എന്നിട്ട് ഈ സംഭവം പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ അല്ലെ, ഹംസത്തുൽ ഫസ്ൽ പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫത്ഹയോ ലൊമ്മയോ കസ്രയോ വേണം. അത് എങ്ങനെയാ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഐനിന്റെ അക്ഷരം, മൂന്നാമത്തെ അക്ഷരം ഫത്ഹയോ കെസ്രയോ ആണെങ്കിൽ ഇത് ഇഫ് അൽ ആവും. മൂന്നാമത്തെ അക്ഷരം ദൊമ്മയാണെങ്കിൽ ഇത് ഉഫ് അൽ ആവും. ഓക്കെ, ഉഫ് ഉൽ ആവും. അപ്പം ഈ മൂന്നാമത്തെ അക്ഷരം ഫത്ഹയോ കെസ്രയോ ആണെങ്കിൽ ഇത് ഇ ആവും. ആദ്യത്തെ ഹംസത്തുൽ വസലിന്റെ ഹർക്കത്ത്. മൂന്നാമത്തെ അക്ഷരം ദൊമ്മയാണെങ്കിൽ ഇത് ഉ ആവും. ഈ കേസിൽ എന്താ വരാ, ഫത്ഹ ആയതുകൊണ്ട് ഇഫ് അൽ എന്നായിട്ട് മാറും. ഓക്കെ, ഇഫ് അൽ. അപ്പം തഫ്അലു എന്ന് പറയുമ്പം അവൻ അല്ലെ നീ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നീ ചെയ്യ് എന്ന് എഴുതുന്നത് ഇഫ് അൽ എന്നുള്ള ഫോർമാറ്റിലാണ്. ഇഫ് അൽ. ഇനി അൻതുമിന്റെ കേസിൽ നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇതേപോലെ എഴുതും, പ്ലസ് അവസാനത്തെ നൂനിനെ കട്ട് ചെയ്ത് കളയും. ഓക്കെ, അവസാനത്തെ നൂനിനെ കട്ട് ചെയ്തിട്ടാണ്. പക്ഷെ ഈ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ അല്ല ഈ ഫോമാറ്റ് എഴുതുന്നത് പഠിക്കണോ എന്നൊന്നും വിചാരിക്കണ്ട, ജസ്റ്റ് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ട ഐഡന്റിഫൈ ചെയ്യണം ആരാണ് അതിന്റെ സബ്ജക്റ്റ്. ഇഫ് അൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അൻതയാണെന്ന് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. ഇത് ഡിറൈവ് ചെയ്തത് എങ്ങനെയാ എഴുതാന്നൊന്നും ചോദിക്കൊന്നുമില്ല, അതുകൊണ്ട് അത് പഠിക്കുകയും വേണ്ട ആരും ഇൻഷാ അല്ലാ. അതാ പറഞ്ഞത്, ഇതിന്റെ ഫോമാറ്റ് നിങ്ങൾ പഠിക്കുകയോ വേണ്ട. ഇഫ് അൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ ചെയ്യ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പം എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുദാരിന്റെ ഫോമാറ്റ് എടുക്കാം. മാദി മുദാരി, ഫഅല ഫഅലത് തഫ്അലു ആണ്. തഫ്അലുല് ആദ്യം മുദാരിന്റെ ഫസ്റ്റ് ലെറ്റർ കട്ട് ചെയ്ത് കളയുക, അവസാനത്തെ ലെറ്ററിന് സുക്കൂൻ കൊടുക്കുക, അൽ എന്ന് വരും അപ്പം. ഓക്കെ, അപ്പം ഇതിനെ പ്രൊനൗൺസ് ചെയ്യാൻ ഇവിടെ ഒരു ഹംസ ഇട്ട് കഴിഞ്ഞാൽ ആ ഹംസയ്ക്ക് ഫത്ഹയോ കെസ്രയോ ദൊമ്മയോ കൊടുക്കണം, എങ്കിലേ നമുക്ക് അതിനെ
പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ല, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സുക്കൂനുള്ള ഒരു അക്ഷരം പ്രൊനൗൺസ് ചെയ്യാൻ പറ്റൂല. അപ്പം അതിന്റെ ഇപ്പുറത്ത് ഒരു ഹംസ ഇട്ട് കൊടുത്ത് അതിന് ഫത്ഹയോ ദമ്മയോ കസ്രയോ ഇടണം. ആ ഫത്ഹയോ ദമ്മയോ കസ്രയോ എന്ന് തീരുമാനിക്കുന്നത് മൂന്നാമത്തെ അക്ഷരം, അല്ല ഐനിന്റെ അക്ഷരം. ഓക്കെ, അതിന് എന്താ ഹർക്കത്ത് നോക്കുക. അതിന് ഫത്ഹയോ കെസ്രയോ ആണെങ്കിൽ ഇവിടെ കെസ്ര വരും, ഇവിടെ ദമ്മയാണെങ്കിൽ ഇവിടെ ദമ്മ വരും. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ ഇഫ് അൽ അല്ലെങ്കിൽ ഉഫ് ഉൽ എന്നുള്ള ഫോമാറ്റിലാണ് വരാം. ഓക്കെ, ഇവിടെ ഫത്ഹയോ ദമ്മയോ ആണെങ്കിൽ ഇവിടെ കെസ്ര വരും, ഫത്ഹയോ കെസ്രയോ ആണെങ്കിൽ ഇവിടെ കെസ്ര വരും, ഇവിടെ ദമ്മ ആണെങ്കിൽ ഇവിടെയും ദമ്മ വരും. ഓക്കെ, അത്ര ഈ ഫോമാറ്റ് നിങ്ങൾ എഴുതേണ്ടി വരും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഫ് അൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നീ ഒരു പുരുഷൻ ചെയ്യ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഓക്കെ, ഇനി അൻതുമിന്റെ കേസിൽ നമുക്കറിയാം തഫ് അലൂന എന്നാണ്. ഓക്കെ, തഫ് അലൂന എന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ താ കളയും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഇഫ് അലൂ ഉണ്ട്, നൂനും കളയും. ഓക്കെ, ഇഫ് അലൂ ആണ് അൻതും, നിങ്ങൾ ചെയ്യ് എന്നുള്ളതിനെ എങ്ങനെയാ എഴുതാന്ന് വെച്ചാല് ഇഫ് അലൂ. ഓക്കെ, ഇഫ് അലൂ, ഇഫ് അലൂ. ഇനി അൻതീന്റെ കേസിൽ എങ്ങനെയാണ്? ഇതേപോലെ നമ്മൾ താ കളയും, നൂന് കളയും. എങ്ങനെ എഴുതാ? ഇഫ് അലി. ഇഫ് അലി, നൂൻ കളയും, താ കളയും. ആദ്യം ഹംസത്തുൽ വസ്ൽ ഇടും. ഹംസത്തുൽ വസ്ലിന്റെ ഹർക്കത്ത് ഐനിന്റെ ലെറ്ററിനനുസരിച്ചായിരിക്കും. ഇവിടെ ഐനിന്റെ ലെറ്റർ ഫത്ഹയാണ്, അതുകൊണ്ട് ഹംസത്തുൽ വസ്ൽ എന്താണ്? കെസ്രയാണ്. ഓക്കെ, ഫത്ഹയും കെസ്രയാണെങ്കിൽ കെസ്ര, ദൊമ്മയാണെങ്കിൽ മാത്രം ദൊമ്മ. ഇനി അടുത്തത് നമുക്കുള്ളത് തഫ് അൽന അല്ലെ. അപ്പം എന്താവും? നൂന് കളയും. സോറി, ഈ കേസിൽ നൂൻ കളയൂല. ഈ ഒരു കേസിൽ മാത്രം നമ്മൾ നൂൻ കളയുന്നില്ല. ഓക്കെ, അൻതുന്ന, നിങ്ങൾ സ്ത്രീകൾ ചെയ്യ് എന്നുള്ള കേസിൽ മാത്രം നമ്മൾ നൂന് കളയൂല. പകരം അതിന് ഇഫ് അൽന എന്ന് എഴുതും. ഈ എഴുതുന്നത് എങ്ങനെയാന്ന് നിങ്ങൾ പഠിക്കുകയോ വേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ ഇത് പഠിച്ചു വെച്ചിട്ടില്ലേ, അതേപോലെ ഇത്രയും പഠിച്ചാൽ മാത്രം മതി. ഇഫ് അൽ, ഇഫ് അലു, ഇഫ് അലി, ഇഫ് അൽന. ഇഫ് അൽ, ഇഫ് അലു, ഇഫ് അലി, ഇഫ് അൽന. ഇഫ് അൽ, നീ ഒരു പുരുഷൻ ചെയ്യൂ. ഇഫ് അലു, നിങ്ങൾ പുരുഷന്മാർ ചെയ്യൂ. ഇഫ് അലി, നീ ഒരു സ്ത്രീ ചെയ്യൂ. ഇഫ് അൽന, നിങ്ങൾ സ്ത്രീകൾ ചെയ്യൂ. ഓക്കെ, അത്രയും മാത്രം പഠിച്ചാൽ മതി. ഇത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും ആരും പഠിച്ചു വെക്കണ്ട. ഓക്കെ, ഇനി ഇതിൽ ചെറിയൊരു വ്യത്യാസം വരാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നോട്ടി ലെറ്റേഴ്സ് ഉള്ള വാക്കുകളുണ്ട് അല്ലേ. ഇപ്പം കാല, കാഫ് വാവ് ലാം ആണ്. ഇതിൽ വാവ് എന്നുള്ളത് നോട്ടി ലെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഈ ഫോമാറ്റിലല്ല വരിക, അതൊരു വേറെ ഫോമാറ്റിലാണ് വരിക. അപ്പോൾ നമുക്ക് തൽക്കാലം അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നോട്ടി ലെറ്റർ ഇല്ലാത്ത വേർബുകൾ മാത്രം എക്സാമ്പിൾ നോക്കിയിട്ട് പോവാം. നോട്ടി ലെറ്റേഴ്സിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പം അക്കാര്യത്തിൽ നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക. ഇഫ് അൽ, ഇഫ് അലു, ഇഫ് അലി, ഇഫ് അൽന. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരാൻ സാധ്യതയുള്ളത് ഇവിടുത്തെ അക്ഷരം ദൊമ്മയാണെങ്കിൽ ഇത് ഉ എന്ന് വരാൻ സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണം സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തു അല്ലെ. യസ് ജൂദു, യസ് ജൂദു. യസ് ജൂദു എന്ന് പറയുമ്പം അതിന്റെ മുവാരയാണ് സജദ യസ് ജൂദു. ഞാൻ എഴുതാം. സജദ യസ് ജൂദു. ഇവിടെ ഈ മുവാരിന്റെ അക്ഷരം കളഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ എന്താവും? ഇസ് ജുദ് എന്നാവും. ഓക്കെ, ഇസ് ജു അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തിട്ട്. അപ്പം ഇവിടെ എന്തായി? നടുവില്, അതായത് ഐന്റെ അക്ഷരം ദൊമ്മയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉസ് ജുദ് എന്നാണ് ഇത് എഴുതുക. ഓക്കെ, ഇവിടെ ഐന്റെ അക്ഷരം ഫത്ഹ ആയതുകൊണ്ടാണ് ഇഫ് അൽ എന്ന് എഴുതിയത്. ഓക്കെ, ഐന്റെ അക്ഷരം ഫത്ഹ ആയതുകൊണ്ട് ഇഫ് അൽ എഴുതി. ഇവിടെ ഐന്റെ അക്ഷരം ദൊമ്മ ആയതുകൊണ്ട് അത് ഉസ്ജുദ് എന്നായിട്ട് മാറും. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രം ഈ ഒരു കേസിൽ വരുള്ളൂ. അപ്പം ഇതിൽ മൂന്നെണ്ണത്തിനും ഓരോ ഉദാഹരണം ഞാൻ പറയാം. ഖറഅ, ഖറഅ എന്ന് വെച്ചാൽ വായിച്ചു അല്ലെ.
ഖറഅയുടെ മുദാരി എന്ന് പറയുന്നത് യഖ്റഉ ആണ്. അത് എഴുതുമ്പം ഖാഫ് യാ കളയും. ഓക്കെ, യാ കളയും. ഖ് റ അവസാനം നമ്മൾ സുക്കൂൻ കൊടുക്കും. ഐന്റെ അക്ഷരം ഫത്ഹ ആയതുകൊണ്ട് ആദ്യത്തെ അക്ഷരം ഹംസത്തുൽ വസ്ലിന് ഈ കൊടുക്കും. ഇഖ്റ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അല്ലേ, നീ വായിക്കേ അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലേ. അപ്പം നമ്മളിവിടെ ഐന്റെ അക്ഷരം ഫത്ഹ ഉള്ളത് കണ്ടു, ഐന്റെ അക്ഷരം ദൊമ്മ ഉള്ളത് കണ്ടു. ഇനി ഐന്റെ അക്ഷരം കെസ്ര ഉള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ജലസ, ജലസ എന്ന് വെച്ചാൽ ഇരുന്നു. യജ്ലിസു എന്ന് പറഞ്ഞാൽ നീ എന്താണ്, നീ ഇരിക്കുന്നു. ജലസ സോറി, അവൻ ഇരുന്നു. ജലസ അവൻ ഇരുന്നു. യജ്ലിസു അവൻ ഇരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് തജ്ലിസു ആണ് നീ ഇരിക്കുന്നുള്ളിടത്ത് വരെ. ഇവിടെയൊക്കെ ഞാൻ എഴുതിയത് അവൻ എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അപ്പം ഇവിടെ ആക്ച്വലി തസ്ജുദു എന്ന് എഴുതേണ്ടതാണ്. ഇവിടെ അതുപോലെ തജ്ലിസു. അപ്പം ഈ ഒരു കേസിൽ എന്താണ്, ഹർക്കത്ത് കെസ്രയാണ്. അപ്പം ഇവിടെ എങ്ങനെയാണ് അതിനെ അമ്ര ഫോമിൽ എഴുതുക? ഇജ്ലിസ്. ഓക്കെ, ഇജ്ലിസ്. ഈ മുദാരിന്റെ അക്ഷരം തജ്ലിസു എന്നുള്ള മുദാരിന്റെ അക്ഷരം കട്ട് ചെയ്തു. ഇവിടെ സുക്കൂൻ കൊടുത്തു. ഈ ഐന് കെസ്ര ഉള്ളത് കൊണ്ട് ഇവിടെയും കെസ്ര വന്നു. അപ്പം ഖറഅ യഖ്റഉ ഇഖ്റ, ജലസ യജ്ലിസു ഇജ്ലിസ്. ഓക്കെ, ജലസ തജ്ലിസു ഇജ്ലിസ് എന്നാണ് എഴുതേണ്ടത്. ഞാനിവിടെ എല്ലാം ഹുവ ഫോമിൽ എഴുതിയത് കൊണ്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. സജദ യസ്ജുദു ഉസ്ജുദ്. ഓക്കെ, അപ്പം ഈ ഒരു 3 കാര്യം മാത്രം. അതായത് ആദ്യത്തിൽ വരുന്ന അക്ഷരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐനിന്റെ അക്ഷരത്തിന്റെ ഹർക്കത്തിനനുസരിച്ചായിരിക്കും. ഐന്റെ അക്ഷരം ഫത്ഹയോ കെസ്രയോ ആണെങ്കിൽ ആദ്യത്തെ ഹംസക്ക് കെസ്രയായിരിക്കും. ഐന്റെ അക്ഷരം ദൊമ്മയാണെങ്കിൽ ഇവിടെ ദൊമ്മയായിരിക്കും. അത്രയും മാത്രം പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ഖുർആനിൽ നിന്ന് നോക്കിയിട്ട് പോകാം. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗത്തിൽ നിന്നുള്ളതും അല്ലാത്തതും കുറച്ച് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യം സൂറത്ത് ബഖറയിൽ തന്നെ നോക്കാം. ഈ ഒരു ആയത്ത്, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ ഐൻ ബ ദാൽ അബദ യഅ്ബുദു. അബദ ഇബാദത്ത്, അവൻ ഇബാദത്ത് ചെയ്തു. യഅ്ബുദു അവൻ ഇബാദത്ത് ചെയ്യുന്നു. തഅ്ബുദു നീ ഇബാദത്ത് ചെയ്യുന്നു. അവിടുന്നും താ കളഞ്ഞു ബുദ് എന്നാക്കാം. ഓക്കെ, അപ്പം ഉഅ്ബുദാണ് ആക്ച്വലി നീ ചെയ്യ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, നിങ്ങൾ ചെയ്യണം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാരെയും അഡ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇതിൽ നോക്കിയൊക്കെ യഅ്ബുദൂന എന്നാവും. യഅ്ബുദൂന എന്നുള്ളത് നാ കട്ട് ചെയ്ത് കളയും. എന്താണ്, ഐന്റെ അക്ഷരം എന്താണ്, ഐൻ ബ ദാലാണ്. ഇവിടെ ഞാൻ എഴുതി കാണിച്ചു തരാം, അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇതാണ് നമ്മളെ സ്കെയില്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ വാക്ക് ഐൻ ബ ദാൽ. അബദ യഅ്ബുദു ഉഅ്ബുദ്. ഓക്കെ, അബദ യഅ്ബുദു ഉഅ്ബുദ്. തഅ്ബുദു ആണ് എന്ത്, അൻതയുടെ വാക്ക് അല്ലെ. തഅ്ബുദൂല് നമ്മൾ താ കട്ട് ചെയ്ത് കളയും, ദാലിന് സുക്കൂൻ കൊടുക്കും. ആദ്യം ഹംസത്തുൽ വസ്ൽ ഇട്ടിട്ട് അതിന് ദമ്മ കൊടുക്കും. കാരണം ഐനിന്റെ അക്ഷരം ഏതാണ്, ബ. ബാക്ക് എന്താണുള്ളത്, ദൊമ്മയാണുള്ളത്. അപ്പം എന്താവും, ഉഅ്ബുദ്. ഓക്കെ, ഉഅ്ബുദ്. ഇനി നമുക്ക് ഇവിടെ എന്താണ്, നിങ്ങൾ ചെയ്യുന്നതാണ് അല്ലെ. അപ്പം തഅ്ബുദൂന എന്നാണ് അൻതുമിന് വരിക. ഓക്കെ, അൻതുമിന്റെ മുളാരി ഫോം എന്ന് പറയുന്നത്, അൻതുമിന്റെ മുളാരി ഫോം തഅ്ബുദൂന.
ഓക്കെ, തഅബുദൂന എന്ന് വരുമ്പോൾ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? തഫ്അലൂനയില് നാ മാത്രം നൂൻ കട്ട് ചെയ്യുക. ഇവിടെ ഹംസത്തുൽ വസ്ൽ കൊണ്ടുവരാ. ഹംസത്തുൽ വസ്ലിന്റെ ഹർക്കത്ത് ഇതനുസരിച്ച് തീരുമാനിക്കുക. അപ്പം ഇഫ് അലു ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. അതേപോലെ ഇവിടെ എന്താവും? ഈ നൂന് കട്ട് ചെയ്യും, ഈ താ കട്ട് ചെയ്യും, ഇവിടെ ഹംസത്തുൽ വസ്ൽ കൊണ്ടുവരും. അതിന്റെ ഹർക്കത്ത് എന്ന് പറയുന്നത് ബാക്ക് അനുസരിച്ചായിരിക്കും. അപ്പം ഉ. ഓക്കെ, അപ്പം എങ്ങനെ എഴുതുക? ഒ ബൂദു. ഓക്കെ, ബുദു ആണ്. അപ്പം നമ്മളിവിടെ എന്താ കണ്ടത്? യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ. നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ. നിങ്ങൾ എല്ലാവരും അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ വേറെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സുജൂദ് ചെയ്യാൻ പറയുന്ന ഒരു ആയത്തുണ്ട് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിന്റെ അടുത്ത് സുജൂദ് ചെയ്യാൻ പറയുന്ന ആയത്ത്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദു. ഓക്കെ, ഉസ്ജുദു ആണ് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുമ്പോൾ പറയാ. ഇവിടെ മലായികത്തി ഇസ്ജുദു എന്ന് ചേർത്ത് പറയുന്നത് കൊണ്ടാണ് അവിടെ നമ്മൾ ദമ്മ സെപ്പറേറ്റ് ആയിട്ട് ഉച്ചരിക്കാത്തത്. ഓക്കെ, അപ്പം ഉസ്ജുദു, സജദ, യസ്ജുദു, തസ്ജുദു, ഉസ്ജുദ്. ഓക്കെ, അപ്പം യസ്ജുദൂന അല്ലെങ്കിൽ തസ്ജുദൂന എന്നുള്ളതിൽ നിന്ന് നമ്മൾ അമ്ര ഉണ്ടാക്കുമ്പോൾ ഉസ്ജുദു, ഉസ്ജുദു. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ എഴുതിയതുപോലെ തന്നെ അബദ യഅബുദു ഉഅ്ബുദ്. സജദ യസ്ജുദു നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇത് സജദ യസ്ജുദു ഉസ്ജുദ്. എന്നാൽ സജദയുടെ അൻതും ഫോമാറ്റ് എഴുതുമ്പോൾ എങ്ങനെയാ വരാ? തസ്ജുദൂന. ആ ഇല്ല, സോറി. അപ്പം അൻതും തസ്ജുദൂന, നിങ്ങൾ സുജൂദ് ചെയ്യുന്നു. ഓക്കെ, അതിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഫെയിൽ അമ്ര എടുക്കുന്നത്? താ കട്ട് ചെയ്യും, നൂന് കട്ട് ചെയ്യും, എന്നിട്ട് ആദ്യത്തെ ഹംസക്ക് എന്താണ് ഈ മൂന്നാമത്തെ അക്ഷരത്തിനനുസരിച്ച് ഹർക്കത്ത് കൊടുക്കും. അപ്പം ഉസ്ജുദു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എന്താ നിങ്ങൾ ചെയ്യ എന്നുള്ളതിൽ ഉസ്ജുദു എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു സിംഗുലർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല താമസിക്കാൻ പറയുന്നുണ്ട് അല്ലെ. നീ വഖുൽന യാ ആദമു ഉസ്കുൻ, നീ താമസിക്ക്. സക്കന യസ്കുനു ഉസ്കുൻ. കണ്ടോ? നീ താമസിക്ക് കൽപ്പനയാണ്. സക്കന സീൻ കാഫ്നാൻ, സക്കന നൂൻ, സക്കന യസ്കുനു ഉസ്കുൻ. സക്കന യസ്കുനു ഉസ്കുൻ ഇവിടെ സിംഗുലർ ആണ്. ഇനി അതുപോലെ പ്ലൂറൽ ഉള്ള വേറൊരു എക്സാമ്പിൾ ആണ് ഇവിടെ. ഇതിന്റെ ഒരു തേർഡ് ലൈൻ നോക്കിക്കേ. വഖുൽനഹ്ബിതു ബഅദുകും ലിബഅദിൻ അദു. വഖുൽനഹ്ബിതു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഇറങ്ങി പോവാൻ പറയണം അല്ലെ. ആദം അലൈഹി ഇസ്ലാമിനോടും ഹവ്വ അലൈഹി ഇസ്ലാമിന്റെ അടുത്തും ഇബ്ലീസിന്റെ അടുത്തും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയാ. ഹബത്ത യഹ്ബിതു ഇഹ്ബിത്. ഓക്കെ, ഇവിടെ പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഇഹ്ബിതു അവസാനത്തെ നൂനും കട്ട് ചെയ്തു, ആദ്യത്തെ തായും കട്ട് ചെയ്തു, എന്നിട്ട് ഐനിന്റെ അക്ഷരമായ ബ അല്ലെ, ബാക്ക് കെസ്ര ഉള്ളത് കൊണ്ട് ഇഹ്ബിത് എന്നാക്കണം. അപ്പം ഇവിടെ ഇഹ്ബിതു, അങ്ങനെയാണ് ഈ ഒരു കൽപ്പന വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നിങ്ങൾ അല്ലെ, അൻതും ആണ് ഇവിടെ ഇത് എന്താണ് ഈ കൽപ്പന സ്വീകരിക്കുന്ന ആള് അല്ലെങ്കിൽ കൽപ്പിക്കപ്പെടുന്ന ആൾക്കാര്. അതുപോലെ ബനു ഇസ്രായേലിന്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ബനി ഇസ്രായീൽ ഉസ്കുറു, ഉസ്കുറു നിങ്ങൾ ഓർക്കൂ. ദക്കറ യദ്കുറു, തദ്കുറു, തദ്കുറൂന. അതിൽ താ കട്ട് ചെയ്തു, നൂൻ കട്ട് ചെയ്തു,
ഐന്റെ അക്ഷരമായ കാഫിന് ദൊമ്മയാണുള്ളത്. അതുകൊണ്ട് ഉദ്കുറൂ. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മള് കൽപ്പനകൾ വരുന്നത്. ഇനി വേറൊരു ഉദാഹരണം. ഈ ആയത്തിൽ തന്നെ അവസാനത്ത് കണ്ടോ, ഫർഹബൂൻ. ഫർഹബൂൻ. റഹബ യർഹബു ആണ്. ഓക്കെ, റഹബ യർഹബു, തർഹബു തർഹബൂൻ. നിങ്ങൾ എല്ലാവരും എന്നെ ഭയപ്പെടൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അല്ലെ. ഇവിടെ നിങ്ങളോടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്ലൂരൽ ആണ് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്നെ ഭയപ്പെട് എന്നുള്ള ഒരു നൂൻ അറ്റാച്ച്മെന്റ് അവസാനം വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ഇർഹബു എന്നേ പറയുള്ളൂ. ഇവിടെ ഇർഹബു നീ എന്ന് വന്നത് എന്നെ ഭയപ്പെട്, നിങ്ങൾ ഭയപ്പെടുന്ന പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിർത്തിയതല്ല. ഇവിടെ നമ്മൾ ഫിഅ്ൽ മാദിയിലും മുളാരിയിലും ഒക്കെ കണ്ട പോലെ ഒരു ദമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓക്കെ, ഇർഹബ് ഫ പ്ലസ് ഇർഹബു പ്ലസ് നീ. ഫ അതുകൊണ്ട് അല്ലെങ്കിൽ അപ്പോൾ എന്നുള്ള അർത്ഥം. ഫാക്ക് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അർത്ഥം മാറിയും. അതുകൊണ്ട് ഇർഹബു നിങ്ങൾ ഭയപ്പെടൂ, നീ എന്നെ. അപ്പം ഇവിടെ എന്താണ്, അമ്രിന്റെ കൂടെ ഒരു ദമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അവസാനത്തെ നീ വന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം അല്ലെ, നിങ്ങൾ ചെയ്യേ എന്ന് പറയുന്നതിന് അവസാനത്തിൽ നൂന് ഉണ്ടാവൂല. ഇവിടെ നൂന് വന്നത് എന്തുകൊണ്ടാ? ഫർഹബു നീ, നിങ്ങൾ എന്നെ ഭയപ്പെട്. എന്നെ എന്ന് പറയുന്ന ദമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇനി അതുപോലത്തെ വേറൊരു ഉദാഹരണം ഇവിടെ. വാക്കീമു നമ്മൾ എടുക്കുന്നില്ല. വാക്കീമു നോട്ടി ലെറ്റർ റൂട്ടുള്ള വേർബ് ആയതുകൊണ്ട് അതുകൊണ്ട് നമുക്കിതിൽ ഈ ഒരു ആയത്തിൽ വർക്കഉ മാത്രം നോക്കാം. വർക്കഉ, റകഅ, യർകഉ, ഇർക. ഓക്കെ, അതിന്റെ നിങ്ങൾ എന്നുള്ള ഫോർമാറ്റ് എന്താണ്? തർക്കഊന. അതിൽ താ കട്ട് ചെയ്തു, അവസാനം നൂ കട്ട് ചെയ്തു. അതുകൊണ്ട് എന്താണ്? ഇർകഊ. ഇർകഊ, നിങ്ങൾ എന്താണ്? റുക്കൂ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സ്ത്രീകളോട് പറയുന്ന അല്ലെങ്കിൽ ഫെമിനിൻ ആയിട്ടുള്ള ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണ് സൂറത്തു ഫജ്റിലെ ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഇർജിഇ, ഇത് ആരോടാ പറയുന്നത്? നഫ്സിന്റെ അടുത്ത് അല്ലേ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. നഫ്സ് സ്ത്രീലിംഗമാണ് അറബിയില്. അതുകൊണ്ട് തന്നെ നഫ്സിന്റെ അടുത്ത് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്ത്രീലിംഗത്തിലാണ് പറയുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. ഇവിടെ ഇർജിഇ ആയത്. ഇവിടുത്തെ വേർബ് റജഅ, മടങ്ങ. ഓക്കെ, റജഅ, മടങ്ങ. ഓക്കെ, റജഅ യർജിഉ, റജഅ യർജിഉ. ഇതില് സ്ത്രീലിംഗ ഏകവചനം എങ്ങനെയാ വരാ? ഫഅലയാണെങ്കിൽ തഫ്അലീന. ഫഅലയാണെങ്കിൽ തഫ്അലീന. അപ്പം റജഅക്ക് എങ്ങനെ വരും? റജഅ, റജഉ, റജഅത്ത. സോറി, ഞാൻ മുളാരിയാണ് നോക്കുന്നത്. യർജിഉ ആണ് അല്ലെ. റജഅ യർജിഉ. അപ്പം സ്ത്രീലിംഗ ആണെങ്കിൽ എന്ത് വരും? തർജിഈന. ഓക്കെ, അൻതി തർജിഈന.
ഇതില് നമുക്ക് ആദ്യത്തെ താ കട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? തഫ്അലീന, ആദ്യത്തെ താ കട്ട് ചെയ്യും, അവസാനത്തെ നൂൻ കട്ട് ചെയ്യും, ഇഫ് അലി എന്നാവും അല്ലേ? അപ്പം ഇതെന്താവും? ആദ്യത്തെ താ കട്ട് ചെയ്യും, അവസാനത്തെ നൂൻ കട്ട് ചെയ്യും, ഇർജിഇ എന്നായിട്ട് മാറും. ഓക്കെ, ഇർജിഇ എന്നായിട്ട് മാറും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയത്തൻ മർദിയ. നീ സ്ത്രീ, ഒരു നഫ്സ് എന്ന് പറയുന്നത് സ്ത്രീലിംഗ ഏകവചനാണ്. അതുകൊണ്ട് നീ നഫ്സെ, നീ മടങ്ങ നിന്റെ റബ്ബിലേക്ക്, റാദിയത്തൻ മർദിയ. അപ്പം സ്ത്രീലിംഗ ഏകവചനം, അതായത് ഒരു സ്ത്രീയോട് കൽപ്പിക്കുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇനി സ്ത്രീകൾ, ഒന്നിലധികം സ്ത്രീകളോട് കൽപ്പിക്കുന്നതിനുള്ള ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, സൂറത്ത് അഹ്സാബില് 34-ാമത്തെ ആയത്ത്, വസ്കുർന, വസ്കുർന. ഓക്കെ, ദക്കറ യസ്കുറു ഉസ്കുർ, അത് നമ്മൾ കണ്ടു അല്ലേ? അവിടെ സ്ത്രീലിംഗം ആണെങ്കിൽ എങ്ങനെ വരും? സ്ത്രീകളോട് കൽപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ നമ്മൾ കണ്ടു തഫ് അൽന എന്നുള്ളത് ഇഫ് അൽന ആയിട്ട് മാറും അല്ലെ? ആദ്യത്തെ താ മാത്രം കട്ട് ചെയ്യും, ഇവിടെ ഹംസ കൊണ്ടുവരും. ഇതിന്റെ, അതായത് ഐനിന്റെ അക്ഷരത്തിന്റെ ഹർക്കത്തിനനുസരിച്ച് ആദ്യത്തെ ഹംസക്ക് മാറ്റി എഴുതും. അപ്പം ദക്കറ യസ്കുറു, ഇവിടെ തസ്കുർന എന്നാവുമ്പോൾ എന്താവും? അത് ഉസ്കുർന എന്നായിട്ട് മാറും. തസ്കുർന, ആദ്യത്തെ താ മാത്രം കട്ട് ചെയ്ത് ഇവിടെ ഹംസത്ത് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ കേസിൽ ദക്കറ യസ്കുറു ആണ് അല്ലെ? കാഫിന് ദമ്മയാണുള്ളത്, അതുകൊണ്ട് തന്നെ ഉസ്കുർന എന്നായിട്ട് മാറും. ഇവിടെ ഇഫ് അൽന എന്നുള്ളത് സ്ത്രീകളുടെ അടുത്ത് പറയുമ്പോൾ, ഒന്നിലധികം സ്ത്രീകളുടെ അടുത്ത് പറയുമ്പോൾ അത് ഉസ്കുർന എന്നാവും. അപ്പൊ വസ്കുർനമാ യുത്ലാഫി ബുയൂത്തിക്കുന്ന, നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഓതി കേൾപ്പിക്കപ്പെടുന്ന വചനങ്ങൾ എന്താണ് ചെയ്യാൻ പറയുന്നത്? നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക. ഇത് സ്ത്രീകളോടുള്ള കൽപ്പനയാണ്. ഓക്കെ, ഇത് സ്ത്രീകളോടുള്ള കൽപ്പനയാണ്. അപ്പം ഇങ്ങനെയാണ് ഫേല് അമ്ര വരുന്നത്. ആരും അത് ഇങ്ങനെ എഴുതേണ്ടി വരും എന്നൊന്നും വിചാരിച്ച് ബേജാറാവണ്ട. ജസ്റ്റ് ഇത് ഫേല് അമ്ര ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസാനം നോക്കിയിട്ട് നിങ്ങൾക്ക് അതെന്ത്, ആരോട് പറയുന്നതാണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇഫ് അൽ എന്നുള്ള ഫോമാറ്റിലാണെങ്കിൽ, അല്ലെങ്കിൽ ഉഫ് ഉൽ എന്നുള്ള ഫോമാറ്റിലാണെങ്കിൽ അത് നീ ഒരു പുരുഷനോട് കൽപ്പിക്കുന്നതാണ്. ഇഫ് അലു അല്ലെങ്കിൽ ആദ്യത്തിൽ ദമ്മ വരുന്ന രീതിയിൽ ഉഫ് അലു എന്നാണെങ്കിൽ അത് നിങ്ങൾ പുരുഷന്മാർ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. ഇഫ് അലി ഫോമാറ്റിലാണെങ്കിൽ, നമ്മളിപ്പോ ഇർജിഇ എന്ന് പറഞ്ഞ കണ്ടതുപോലെ നീ ഒരു സ്ത്രീ ചെയ്യ്. അതുപോലെ ഇഫ് അൽന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ട ഉസ്കുർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീകൾ ചെയ്യ് എന്നാണ്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒന്നും ആരും മനസ്സിലാക്കാനൊന്നും പോണ്ട. മാത്രമല്ല ഇവിടെ ഇപ്പൊ നമ്മൾ നോട്ടി ലെറ്റേഴ്സ് ഉള്ള, അതായത് ഹംസ, വാവ്, യാ, 3 നോട്ടി ലെറ്റേഴ്സ് ഉള്ള റൂട്ടുള്ള ഫേലുകളും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ഇത്രയും മതി. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നമുക്ക് ഇനിയും ഇത് പറയണം, എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മുമ്പൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ച പോലെ മെല്ലെ മെല്ലെ മനസ്സിലാക്കാൻ പറ്റും. അതും എപ്പോഴും പറയുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഇതിനെ വിട്ടേക്കുക. കാരണം ഇത് നമ്മൾ എന്താ പറയാ, ബേസ് തൊടാണ്ട് നേരെ ആകാശം തൊട്ടിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് ടിപ്സ് മാത്രം പറഞ്ഞു പോവാണ്. നമുക്ക് ഖുർആനിൽ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കൽപ്പനയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ആരോടാ പറയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ കോണ്ടെക്സ്റ്റിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെടുത്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആണ് നമ്മളിത് എടുത്തു പോണത്. ഓക്കെ, ഡീറ്റെയിൽ ഗ്രാമറേ അല്ല, ഇത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫേൽ എന്ന് പറയുന്നത്. ശരിക്കും വാസ്റ്റ് ആണ്, പഠിക്കുന്നവർക്കും പഠിച്ചവർക്കും അറിയാം. അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് ടിപ്സ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഓതും. ഓക്കെ, ഇന്നതാണല്ലോ പറയുന്നത് അല്ലെ? ഇപ്പം ഇവിടെ നമ്മൾ കണ്ട കുറച്ച് എക്സാമ്പിൾസിൽ നമുക്ക് മനസ്സിലാവും. ഓൾറെഡി നമ്മൾ പഠിച്ച ആയത്തുകളൊക്കെയാണ്. യാ യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, അല്ലെ? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. അപ്പൊ അവിടെ ഉഅ്ബുദൂ എന്നുള്ളത് ഫേൽ അമ്ര ആണെന്നും അത് നിങ്ങൾ എന്നുള്ള അൻതും എന്നുള്ള അതാണ്. അതായത് ആ കൽപ്പന ആരോടാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻതും, അല്ലെ? നിങ്ങളോടാണ്. അവിടെ ആരെ അഡ്രസ് ചെയ്തിരിക്കുന്നത്? യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, അല്ലെ? അപ്പം ശരിക്കും ഓരോ വാക്കും ഉപയോഗിച്ചിരിക്കുന്നത് കറക്റ്റ് ആണ്. അവിടെ ഉഅ്ബുദ് എന്നൊന്നും ആയി പോയിട്ടില്ല, അല്ലെങ്കിൽ ഉഅ്ബുദി എന്നായി പോയിട്ടില്ല, അല്ലെ?
ഉഅ്ബുദൂ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അത് ഫിഅ്ല് അംറാണ്, പ്ലസ് അത് അൻതും നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആരെ അഡ്രസ് ചെയ്തിരിക്കുന്നത്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. അതുപോലെ ഉസ്ജുദു, അത് ആരുടെ അടുത്താ പറഞ്ഞിട്ടുള്ളത്? മലായിക്കത്തിന്റെ അടുത്ത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിന്റെ അടുത്ത് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഉസ്ജുദു, അവർ ഒന്നിലധികം ആൾക്കാരുണ്ട്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത ആയത്തില് ഉസ്കുനു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. കാരണം യാ ആദമാണ് അല്ലെ. അവിടെ ആദമേ ഉസ്കുൻ, നീ സുജൂദ് ചെയ്യ്, നീ താമസിക്ക് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതും കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ ഇഹ്ബിതു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരോടാ? 3 ആൾക്കാരോടും കൂടിയാ പറഞ്ഞത്. ആദം അലൈഹി ഇസ്ലാമിന്റെ അടുത്തും ഹവ്വ അലൈഹി ഇസ്ലാമിന്റെ അടുത്തും ഇബ്ലീസിന്റെ അടുത്തും. അതുകൊണ്ട് ഇഹ്ബിതു അല്ലെ. അപ്പം കൽപ്പനയാണെന്ന് മനസ്സിലായി, അത് ആരോടാ പറയുന്നത് എന്ന് മനസ്സിലായി. അത്രയും മാത്രം മതി. ഇതെങ്ങനെയാ ഇത് എഴുതുക എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ഗ്രാമറിന്റെ സ്കോപ്പാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി കിടന്നോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിത് ഡിറൈവ് ചെയ്ത് വരുന്നത് പറഞ്ഞത്. അതുപോലെ ഇർജിഇ ല്ലേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആയത്താണ്. അവിടെ ഇർജിഇ അല്ലെ. എന്തുകൊണ്ടാണ് ഇർജിഇ വന്നത്? അത് നഫ്സ് സ്ത്രീലിംഗം ആയതുകൊണ്ട്. അപ്പോൾ ഒരു സ്ത്രീയോട് പറയുന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് അവിടെ ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയത്തൻ മർദിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ഇതിനെ കുറിച്ച് കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. പിന്നെ ഒരുപാട് അറിയുന്നവരുണ്ടാവാം ഇവിടെ. അറിയുന്നവര് വലിയ വലിയ ഡൗട്ട്സ് കോമൺ ഫോറത്തിൽ ചോദിച്ചിട്ട് പഠിച്ചു തുടങ്ങുന്ന ബേസിക് ആയിട്ടുള്ള ആൾക്കാരെ ബേജാറാക്കരുത്. ഇൻഷാല്ലാ അങ്ങനെയുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡൗട്ടുകൾ ചോദിക്കാം. ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ ഒരു ക്ലാസ്സിലും കൂടെ ഇത് പറയും, ഒന്ന് തറവാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ഇതിന്റെ എക്സാം എടുക്കാം. ഓക്കെ, إن شاء الله. الحمد لله. اللهم إني أعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.